بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് റജബിൻ്റെ 27ാമത്തെ ദിവസം. രാവും പകലും വലിയ ശ്രേഷ്ഠതയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ ഒരുപാട് അമലുകൾ നമുക്ക് വേണ്ടി വരുന്നു എന്നതാണ് ഇന്നത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. സുദീർഘമായ ആമുഖങ്ങൾ ഒഴിവാക്കുകയാണ്. മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നത്, റജബിനെ കുറിച്ച് പറയുന്നത്, ഷഹ്റു റജബ് മിഫ്താഹുൽ അശ്ഹുരിൽ ഖൈരി വൽ ബറക്ക, ഖൈറും ബറക്കത്തും ഉള്ള മാസങ്ങളുടെ താക്കോൽ എന്നാ പറഞ്ഞത്. അതങ്ങനെ തന്നെയാണല്ലോ. റജബ്, ശഅബാൻ, റമളാൻ തുടങ്ങാണ് റജബ്. താക്കോലാണ് റജബ്. ഖൈറും ബറക്കത്തും കിട്ടുന്ന പ്രത്യേക സമയങ്ങളെ അള്ളാഹു നിശ്ചയിച്ചു വെച്ചതിന്റെ താക്കോൽ ആണ് റജബ് മാസം എന്നാണ് മഹാനായ അൽ ഹാഫിദ് ഇബ്നു റജബ് തങ്ങൾ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ റജബ് മാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മഹാനായ അബൂബക്രിൽ വറാഖൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നു, ശഹ്റു റജബിൻ ശഹ്റുൽ ലിസ്സറഇ വശഅബാൻ ശഹ്റുൽ ലിസ്സഖി വറമളാൻ ശഹ്റു ഹസാദിസ് സറഇ. റജബ് മാസം നടാനുള്ളതാണ്. ശഅബാൻ മാസം നനയ്ക്കാനുള്ളതാണ്. റമളാൻ മാസം ആ കൃഷി കൊയ്തെടുക്കാനുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആലങ്കാരികമായി പറഞ്ഞതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലായി. നമ്മുടെ അമലാണ് പറഞ്ഞത്. റജബിൽ നടാ, ശഅബാനിൽ നനയ്ക്കാം. നടലൊന്നേ ഉള്ളൂ, നനക്കില് പിന്നെയും വേണ്ടി വരും. കൊയ്യലൊന്നേ ഉള്ളൂ. അപ്പൊ റജബിൽ നട്ടത് ശഅബാനിൽ പൊടിച്ചു വന്നിരിക്കണം. റജബ് മാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണല്ലോ അതിന്റെ 27. എന്താണത് പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറയുന്നത്? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജ് അന്നത്തേക്ക് അല്ലാഹു തെരഞ്ഞെടുത്തതാണ്. ലോകത്തെ ഏറ്റവും വലിയ മഹാസംഗമം നടന്നിട്ടുള്ളത് അവിടെയാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും ഹബീബിനോട് സംഗമിച്ച ഭൗതികവും അഭൗതികവുമായ മേഖലകൾ. മിഅ്റാജ് കഴിഞ്ഞതും വരാനുള്ളതും പറയാനുള്ളതായിരുന്നു. അത് ലോകത്തൊരു സൃഷ്ടിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സൃഷ്ടി ശ്രേഷ്ഠർ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹു അതിനായി തെരഞ്ഞെടുത്ത് എന്നത് ഒരു വലിയ ഈ സമുദായത്തിന്റെ ഒരു നേട്ടം തന്നെയാണിത്. നമ്മുടെ നബിയാണിത് സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിന്റെ 27ാം ദിവസം വരുമ്പോ ഒരു 11 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. വേഗം പറയാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഒന്നാമത്, റജബിന്റെ പകല് നമുക്ക് നോമ്പെടുക്കാവുന്നതാണ്. റജബിന്റെ പകലിൽ സുന്നത്ത് നോമ്പുണ്ട്. അത് പാഴാക്കാവതല്ല. പരമാവധി നോമ്പെടുക്കാൻ ആരോഗ്യപരമായി കഴിയുന്നവരൊക്കെ ആ സമയത്ത് നോമ്പുകാരാവണം എന്നത് ശ്രദ്ധയിലുണ്ടാകണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ,
റജബിൽ നോമ്പെടുക്കുന്നതിന്റെ നിരവധി ശ്രേഷ്ഠതകൾ വേഗം പറയാം. രണ്ടാമത് റജബിന്റെ 27 പകലിൽ സ്വതക്ക ചെയ്യാം. മൂന്നാമത് കുടുംബബന്ധം ചേർക്കുക. നാലാമത് മറ്റുള്ളവരെ സഹായിക്കുക. അഞ്ചാമത്തേത് ഒരു നോമ്പ് തുറ നടത്താൻ കഴിഞ്ഞാൽ ഖൈറ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. ആറാമത്തേത് ആ പകലും രാത്രിയൊക്കെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരമാവധി മാറി നിൽക്കുക എന്നല്ല, അതിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കുക, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന പ്രതിജ്ഞ. ഏഴാമത് പരമാവധി ദുആ രാവും പകലും വർദ്ധിപ്പിക്കുക. എട്ടാമത്തേത് ഇഅ്തികാഫിരിക്കുക, ആണുങ്ങൾക്കാണ് ആ സൗകര്യമുള്ളത്. ഒൻപതാമത്തേത് റജബിന്റെ 27 രാവിൽ നിസ്കാരങ്ങൾ ഖളാ ഉള്ളതൊക്കെ ഖളാ വിട്ട. കാരണം നിസ്കാരത്തിന്റെ ഒരു നിർബന്ധിത വന്നിട്ടുള്ള രാവാണത്, നിസ്കാരത്തോടുള്ള ഒരു സ്നേഹമാണത്. പിന്നെ ഉള്ളത് 10ാമത്തേത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആ 4 ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ 4 ദിക്റുകളും കൂട്ടത്തിൽ സ്വലാത്തും, അങ്ങനെ 5 എണ്ണം റജബ് 27 രാവിൽ വർദ്ധിപ്പിക്കുക. 11ാമത് പറയാനുള്ളത് തസ്ബീഹ് നിസ്കാരവും തൗബയും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. തൗബ എന്നതിലേക്ക് ഒരാൾക്ക് കഴിയുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഭാഗമാണ് 1000 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് ചൊല്ലുക എന്നത്. അങ്ങനെ 11 കാര്യങ്ങളുടെ ഒരു ചെറിയ വിശകലനം വേഗം പറയാം. റജബിന്റെ പകലിൽ, റജബ് 27 പകലിൽ നോമ്പെടുക്കുക എന്നതാണ് നമ്മൾ ഒന്നാമത് പറഞ്ഞത്. വലിയ ശ്രേഷ്ഠതയാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. റജബ് 27 പകലിൽ ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹു നൽകുന്നത് 5 വർഷത്തെ, അതായത് 60 മാസത്തെ ഇബാദത്തിന്റെ കൂലിയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? റജബ് 27 പകലിൽ സുന്നത്ത് നോമ്പെടുക്കുന്ന ആൾക്ക് 5 വർഷം അഥവാ 60 മാസം 60 മാസം ഇബാദത്ത് ചെയ്ത കൂലി അള്ളാഹു നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യാഇൽ ആ ഹദീസ് പറയുന്നുണ്ട്. ഇമാം ബൈഹഖി അവിടുത്തെ ഫളായിലുൽ ഔഖാത്തിൽ ആ ഹദീസ് പറയുന്നുണ്ട്. കുറെ ആളുകള് അതിനെ പുച്ഛിക്കുന്നുണ്ട്. റജബിൽ അങ്ങനെ നോമ്പൊന്നും പിടിക്കണ്ട, റജബ് ഒരു സാധാരണ സമയമാണ്. അൽ ജുനൂനു ഫുനൂൻ എന്ന അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഭ്രാന്ത് പല കോലത്തിലാണ്. അങ്ങനെ പലതും കേൾക്കാം. റജബിനൊരു പ്രത്യേകത ഇല്ലാന്നൊക്കെ പറയുന്നവരുണ്ടാവും. അമല് ചെയ്യുന്നത് എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താൻ കഴിയുമെന്നോ ആ പണി ലോകത്ത് ചെയ്യുന്നത് ഇബ്ലീസാണ്. അതിന്റെ പല രൂപങ്ങളും നമ്മൾ കാണും. ഇമാം ഗസാലിയുടെ ഇഹ്യായിലുണ്ട്. മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു റജബ് തങ്ങളുടെ ലതായിഫിലുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖിയുടെ ഫളായിലുൽ ഔഖാത്തിലൊക്കെ ഹദീസ് കാണാം. അമല് ചെയ്യാൻ ഹദീസ് ദഈഫായാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഫത്വ കൊടുക്കാനാണ് ഇത് ബുദ്ധിമുട്ടുള്ളൂ. അമല് ചെയ്യാൻ ദഈഫായ ഹദീസ് കൊണ്ട്. അങ്ങനെ ദഈഫ് എന്ന് ചാർത്തിയാൽ തന്നെയും അമലിന് തടസ്സമില്ല. റജബ് മാസത്തിൽ നോമ്പ് സുന്നത്തുള്ളത് ധാരാളം നഖലുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. റജബ് മാസത്തിലാണല്ലോ അതിന്റെ 27 പകൽ. ഏതായാലും നോമ്പ് പാടില്ല ആ മാസം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റജബ് 27 പകലിൽ സ്വഹാബികൾ വലിയ കാര്യമായിട്ടാണ് ഈ കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത് കുടുംബബന്ധം ചേർക്കലാണ്. സാധാരണ ഒരു അമലല്ല കുടുംബബന്ധം ചേർക്കുക എന്നത്. വലിയ അമലാണ് കുടുംബബന്ധം ചേർക്കൽ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 ചുവടുവെപ്പുകളുണ്ട്, ചവിട്ടടികളുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ചുവടുവെപ്പ്, നമ്മൾ നടന്നു പോവാണെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം 2 സ്ഥലത്തേക്ക് നടന്നു പോകുന്നതാണ്. ഒന്നാമത്തേത്, നമ്മുടെ ഒരു കുടുംബക്കാരനെ സന്ദർശിക്കാൻ വേണ്ടി അപ്പുറത്തെ വീടാണ് എങ്കിൽ പോലും ഒന്ന് പോയിട്ട് വരട്ടെ, ആ നടന്നു പോകലിനെ അള്ളാഹു വലിയ ഇഷ്ടത്തോടു കൂടെ കാണുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത്, ഫർദ് നിസ്കാരത്തിന് വാങ്ക് വിളിച്ചപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നടന്നാണ് പോയതെങ്കിൽ ആ നടന്നു പോയതിനെയും അള്ളാഹു തആല വലിയ സ്നേഹത്തോടു കൂടെ കാണുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനിൽ ഹസനി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖതഅ അബ്ദുൻ ഖതവതൈനി അഹബ്ബ ഇലല്ലാഹി മിനൽ ഖതവതി ഇലാ സ്വലാത്തിൽ ഫരീള വ ഖതവതൻ ഇലാ ദി റഹ്മിൽ മുഹറം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് സമർഖന്ദി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. വേഗം പറയാം, സദഖയും അതുല്യമാണ് കുടുംബക്കാരോടാവുമ്പോൾ. കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമായിട്ട് സദഖ അതുല്യമായ കൂലിയുള്ളതാണ്. സാധാരണ ഒരു സദഖ ചെയ്യുമ്പോൾ അതിനൊരു സദഖയുടെ കൂലിയാണെങ്കിൽ അത് കുടുംബത്തിലുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ പുണ്യ നബി പഠിപ്പിച്ചല്ലോ,
عن سلمان بن عامر قال رسول الله صلى الله عليه وسلم الصدقة على المسكين صدقة وعلى ذي الرحم ثنتين صدقة والصلة. ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട് ഹദീസ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖ സാധാരണ ഒരു മുസ്ലിമിന് കൊടുത്താൽ സദഖ എന്ന കൂലി കിട്ടും. ആ മുസ്ലിം നിന്റെ കുടുംബക്കാരനാണെങ്കിൽ അവിടെ 2 കൂലിയ, ഒന്ന് കുടുംബ ബന്ധം ചേർത്തു എന്ന കൂലി, 2 സദഖയുടെ സാധാരണ കൂലി. അങ്ങനെയാണ്. നമുക്കൊക്കെ മൊബൈലും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. എഴുത്തെഴുതുക എന്നതിന്റെ ആനുകാലികമായ ഒരു അപ്ഡേഷനാണ് ഒന്നുകിൽ ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിലോ ഒരു വാട്സാപ്പ് ടെക്സ്റ്റ് മെസ്സേജ് പാസ് ചെയ്യാം, മറ്റു പലതും ഉണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സിലു അർഹാമക്കും വലൗ ബിസ്സലാം എന്ന്. ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ജാമിഉൽ ഹദീസിലും ഈ ഹദീസ് പറയുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, പുണ്യ നബി പറഞ്ഞിട്ടുണ്ട്, സിലു അർഹാമക്കും വലൗ ബിസ്സലാം, ഒരു അസ്സലാമു അലൈക്കും എന്ന് എഴുതി അറിയിച്ചിട്ടാണെങ്കിലും ആ കുടുംബക്കാരനോടുള്ള ബന്ധം നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെടുത്തി അനിയത്തി മൊബൈലുള്ളവരാണ്. കുറെ ദിവസമായി അവളെ ഒന്ന് വിളിച്ചിട്ട് ഇത് ഇബാദത്താണെന്ന് കണക്കാക്കി വിളിക്കണം. കുറ്റം പറയാൻ വേണ്ടിയിട്ട് വിളിക്കരുത്. മരുമക്കളുടെ കുറ്റം പറയാൻ വേണ്ടി ചെടുത്തി അനിയത്തി മൊബൈലിൽ വിളിക്കാറുണ്ട്, അല്ലെ അമ്മായിമ്മയുടെ കുറ്റം പറയും. അതിനല്ല, റജബ് 27 പകലിൽ കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടിയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യല് കൂലിയുള്ള അമലാണെന്നായി പറഞ്ഞത്. കേട്ടോളൂ, ഇതിന് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. മഹാന്മാരായ സുഫിയാക്കൾ പറയുന്നുണ്ട്, ഇദാകാന ലക ഖരീബൻ, നിനക്കൊരു കുടുംബക്കാരനുണ്ട്, ഫലം തംശി ഇലൈഹി ബിരിജ്ലിക, നിനക്ക് നടന്നു പോവാനുള്ള ദൂരാണുള്ളതെങ്കിൽ നിനക്ക് നടന്നു പോവാൻ കഴിയും, ആരോഗ്യമുണ്ട്, നീ നടന്നു പോയതുമില്ല. എന്നാൽ അല്ലെങ്കിലോ നിനക്ക് വാഹനത്തിൽ പോവാൻ കുറച്ചു ദൂരമുള്ളതിന് വാഹനത്തിൽ പോവാൻ സൗകര്യമുണ്ട്, നീ പോയതുമില്ല, അങ്ങോട്ട് പോയതേ ഇല്ല. വലം തുഅതിഹി മിൻ മാലിക, നീ പോയൂല, വിളിച്ചൂല, പറഞ്ഞൂല, എന്നാലും നിന്റെ വിഹിതം എന്തെങ്കിലും ഒന്ന് ആ റമദാൻ വന്നപ്പോ കൊടുത്തു, അല്ലെങ്കിൽ നല്ലൊരു ദിവസം വന്നപ്പോ ബറാത്ത് രാവിന് ബറാത്തിന്റെ കാശ് 27 കാശ് എന്നൊക്കെ പറഞ്ഞ് ബറാത്തിന് 27 കാശ് കൊടുക്കുന്ന പരിപാടി. നിന്റെ വക ഒരു 500 രൂപ അങ്ങോട്ട് നീ ആ പേരക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തയച്ചു. അങ്ങനെ നീ കൊടുത്തതും ഇല്ല, നീ പോയതും ഇല്ല, നിങ്ങൾ തമ്മിൽ യാതൊരു വിധ വഴക്കോ പിണക്കോ ഇഷ്ടക്കുറവോ ഇല്ല. നിന്റെ അടുത്തുണ്ടായിട്ടും ആ പോകൽ കുറഞ്ഞു പോയാൽ നീ കുടുംബ ബന്ധം മുറിച്ചു എന്ന് മഹാനായ അഹ്മദ് സമർഖന്ദി രേഖപ്പെടുത്താണ്. കുടുംബ ബന്ധം മുറിച്ചു എന്ന് അങ്ങോട്ട് രേഖപ്പെടുത്തും. അങ്ങനെയാണ് കുറെ നാള് മൊബൈല് ചാർജ് ചെയ്യാതിരുന്ന നമ്മളത് ഉപേക്ഷിക്കണം എന്ന് ഓർത്തിട്ടല്ല ചാർജ് ചെയ്യാതിരുന്നത്, എന്നാലും അതിന്റെ ഒരു വാലിഡിറ്റി ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് സ്വാഭാവികമായും കട്ടായി പോകും. കട്ടാവുക എന്നതിന് അറബിയിൽ പറയാ കത്ത് ചെയ്യാന്ന, അത് മലയാളത്തിലേക്ക് വരുമ്പോൾ മുറിക്കാന്ന പറയാ. കട്ട് ചെയ്യുക, മുറിക്കുക. മൊബൈൽ സിമ്മിന്റെ വാലിഡിറ്റി കട്ടാകുന്ന പോലെ കുടുംബക്കാരന്റെ ഇടയിലുള്ള ബന്ധത്തെ ഇടക്കിടക്ക് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ടാവും. കുടുംബബന്ധം കട്ടായി പോയവൻ, കുടുംബബന്ധം മുറിഞ്ഞവൻ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ. സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ആ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മതത്തിന്റെ പരിഗണന പോലും മാറ്റിവെച്ചിട്ട് ആ കുടുംബക്കാരനെ സന്ദർശിക്കുന്ന വിഷയം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ എന്ന് പറഞ്ഞത്. കുടുംബത്തിലെ വാപ്പായും ഉമ്മായും മുസ്ലിമല്ല, എന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ കുടുംബ ബന്ധമല്ലേ ഇത്, അവര് മുസ്ലിമല്ല. എന്നാലും ഇസ്ലാമേതര വിഷയങ്ങളിൽ അവർ അനുസരിക്കേണ്ടെന്നേ, പക്ഷെ അവരെ മാന്യമായി ഭക്ഷണം കൊടുത്തും പാർപ്പിച്ചും അവരോട് സ്നേഹം പങ്കിടാം നിനക്ക്, അതിന് കൂലിയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ഒരു ഉമ്മ എപ്പോ കുടുംബബന്ധം ചേർത്താലും മോളോട് പിണങ്ങും. ഉമ്മ എന്നുള്ളോടത്തിൽ അമ്മായിമ്മയും സ്വന്തം ഉമ്മായും വ്യത്യാസമില്ലാട്ടോ. ഒരു സഹോദരി വന്നുകൊണ്ട് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ മഹദി അവരുടെ ഹബീബിനോട് പരാതി പറഞ്ഞത്, ഉമ്മ കുടുംബബന്ധം ചേർത്താൽ മുറിക്കുന്ന സ്വഭാവം. ഉമ്മാക്ക് പിണക്കം മാറൂല, 24 മണിക്കൂർ ഉമ്മാക്ക് പിണക്കാണ്, 365 ദിവസവും പിണക്കാണ്. ഉമ്മ പിണങ്ങണ പിണങ്ങിക്കത് ചോറ് നിന്നിട്ട് പോയിക്കോ, കുഴപ്പമില്ല, പിണക്കൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. ആ സ്നേഹത്തിൽ ഉമ്മ എന്നോട് പിണങ്ങിക്കോ, എന്നാലും ഞാൻ എടുത്തുന്ന ഉടുപ്പും ഇട്ടോ, കുഴപ്പമില്ല, പിണക്കൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. മോളിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ മോൾക്ക് മടുപ്പായി. എത്ര ചെയ്തിട്ട് നബിയെ ഉമ്മ ഇണങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പുണ്യ നബി പറഞ്ഞു, മോളെ നീ ചേർത്തോടത്തോളം നീ ചേർത്തവൾ തന്നെ, മുറിച്ചോടത്തോളം അവർ മുറിച്ചവർ തന്നെ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർത്ഥം മനസ്സിലായവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്.
മോളുടെ ഭാഗത്ത് കുറ്റമില്ലെന്ന്. അപ്പോ റജബ് 27 പകലിൽ ഒരു സത്യവിശ്വാസിക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല. രണ്ടാമത്തെ കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. ഒന്ന്, ആ പകലിൽ നോമ്പുണ്ടാവാം. 2, കുടുംബബന്ധം ചേർക്കുക. മൂന്നാമത്തേത് സ്വതക്ക വർദ്ധിപ്പിക്കുക. എന്തപ്പോ സ്വതക്ക ചെയ്യാൻ പൈസ ഒരുപാട് വേണ്ട ഉസ്താദേ? പൈസയൊന്നും വേണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മുഴുവനും സ്വതക്ക. ഒരിത്തിരി അരി മാറിയിട്ട് കോഴിക്കിട്ട് കൊടുത്തു, ബിസ്മില്ലിക്കോ സ്വതക്കയാ. മീൻ കറി വെച്ച് അതിന്റെ മുള്ളൊക്കെ വാരിക്കൂട്ടി പുറത്തേക്ക് കളയാൻ കൊണ്ടുപോകുമ്പോ പൂച്ച ബിസ്മീൻ ചൊല്ലി അങ്ങ് കൊടുത്തോ, സ്വതക്കയാ. സ്വതക്കയാണെന്ന് തോന്നണം, എന്നാലേ സ്വതക്കയുടെ കൂലി കിട്ടുള്ളൂ. ഇത് ഒഴിവാക്കലാന്ന് തോന്നിക്കഴിഞ്ഞാ അങ്ങനെയുണ്ട്. പണ്ടൊക്കെ സലാത്ത് ഹൽക്കൊക്കെ 50 നോട്ട് വരും. സലാത്ത് ഹൽക്കയുടെ ഇതാർക്കാൻ നേരത്തെ 50 നോട്ട് കീറിയത്. മജ്ലിസ് നൂർ പറഞ്ഞാലേ നിങ്ങൾ എന്നെ പിടിക്കുള്ളൂ, പക്ഷെ സലാത്ത് ഹൽക്ക എനിക്ക് പറയാം. അപ്പൊ എന്താണ് ഇത്? മീൻകാരന് കാലത്ത് കൊടുത്തപ്പോ വേണ്ടാന്ന് പറഞ്ഞതാ. അത് വൈകുന്നേരം സലാത്തിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചേക്കാം. അതല്ല, സ്വതക്ക ചെയ്യുമ്പോ നല്ലത് കുറേശ്ശെ നല്ലതാവണം. എല്ലാ നെയ്യത്തോടെ ഇത് സ്വതക്കയുടെ കൂലി എനിക്ക് കിട്ടണം. എന്തിനേറെ കൊച്ചുമക്കൾക്ക് ചോറ് കൊടുക്കുമ്പോ, നമ്മുടെ വീട്ടിൽ ഭർത്താവ് വന്നപ്പോ വിളമ്പി കൊടുത്തപ്പോ ഭാര്യയുടെ കയ്യിലേക്ക് പലചരക്കടയിൽ നിന്ന് കൊണ്ടുവന്ന അരിയും സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോ ഇത് സ്വതക്കയുടെ കൂലി കിട്ടണമല്ല. ഒരു ഭർത്താവ് ആലോചിക്കാറില്ല, ആരും ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ചാലേ അതിന്റെ കൂലി കിട്ടൂ. ചിന്തിച്ചാൽ അങ്ങനെ കൂലി കിട്ടാൻ എത്ര ഇപ്പൊ ഉള്ളത്? ഒരാൾ വന്നു, ഒരു കസേര ഇട്ട് കൊടുത്തു. സ്വതക്കയാ. പരിശുദ്ധ റസൂൽ ഞാൻ ഒരുപാട് സ്വതക്കയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു 10 പേജ് A4 ഷീറ്റ്. ഇത് സ്വതക്കയെ പറ്റിയുള്ള ആദ്യത്തെ ദിവസം ഞാൻ പറയണില്ല. ഇത് പറയാന്ന് വെച്ചിട്ട് ഒരു 20 ക്ലാസ് പറയാനുണ്ടാവും എനിക്ക്. പറഞ്ഞിട്ടുമുണ്ട് ഇത്. അപ്പോ ഞാൻ പറയുന്നില്ല. സ്വതക്കയെ കുറിച്ച് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വനിത വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ വീടിന്റെ വാതിൽക്ക് എപ്പോഴും ആളുണ്ട്. കൊടുത്ത് എന്റെ കയ്യിൽ ഇല്ല. ഇത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. പുണ്യ നബിയോട് സ്വഹാബി വനിത പറയാ, എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല, നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. വീടിന്റെ വാതിൽക്ക് എപ്പോഴും ആളാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അപ്പൊ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഒന്നുമില്ലേ മോളെ കൊടുക്കാൻ? ഒന്നുമില്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി ആട്ടിറച്ചിയാണ് വെച്ചത്. അറബികൾ ആടിനെ കഴിക്കുന്നത് ഒരു ആടിനെ ഫുള്ളായി കഴിക്കും മിക്കവാറും. അങ്ങനെ ഒരു ഫുൾ ആടാണ് നിന്റെ വീട്ടിൽ ഇന്നലത്തെ രാത്രിത്തെ ഭക്ഷണം. എല്ലാം കഴിച്ചു. അപ്പോഴുണ്ട് അതിന്റെ ആടിന്റെ കാല് പേണിയോട് കൂടിയ ഭാഗം. ഇനി അതിൽ ഇറച്ചിയൊന്നുമില്ല. ഇറച്ചിയൊക്കെ മുഴുവനും മുറിച്ചെടുത്തു. ഈ വന്ന ആൾക്ക് അത് കൊടുത്താൽ അത് മതിയാവും, അയാൾക്ക് അത് ആവശ്യമുണ്ടെന്ന് കണ്ട ആ കാല്, ആടിന്റെ കാല് പേണിയോട് കൂടിയ ഭാഗം ഇറച്ചിയില്ലാത്ത കൊടുത്ത അയാൾ സ്വീകരിക്കുമെങ്കിൽ അതാണെങ്കിലും കൊടുത്തോ. ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥ വരരുത്. ഒന്നില്ലെങ്കിലും സ്നേഹത്തിന്റെ ഒരു ചിരി പോലും സ്വതക്ക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് 27 പകലിൽ 1 സുന്നത്ത് നോമ്പ് ഉണ്ടായിരിക്കുക. അവിടെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. സുന്നത്ത് നോമ്പ് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സുന്നത്ത് നോമ്പ് എടുക്കുകയാണെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. 1, നമുക്ക് ഫർള് ഖളാ വീട്ടാനുള്ളത്. ആ പകലിൽ ഖളാ വീട്ടൽ നടത്തിയാൽ ഫർളും കിട്ടും സുന്നത്തും കിട്ടും. വെറുതെ അത് കളയണ്ട. ഫർള് എപ്പോഴേയൊക്കെ ഖളായിട്ടുണ്ടാവും. അപ്പൊ ഫർള് ഖളാ വീട്ടുന്ന നെയ്യത്ത് വെക്കണം. ഫർള് ഖളാ വീട്ടാനുള്ള നെയ്യത്ത് ഫർളിന്റെ നെയ്യത്തല്ലേ? അപ്പൊ അതെപ്പോഴാ വെക്ക? തലേ രാത്രി വെക്കണം. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് പിടിക്കുമ്പോ സുന്നത്താണ് എങ്കിൽ ഫർദ് ഖളാ വിട്ടുന്ന നെയ്യത്ത് തലേ രാത്രി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ പകലിൽ നോമ്പുണ്ടായാൽ സുന്നത്തിന്റെ കൂലി കിട്ടി. പകലിൽ നോമ്പുണ്ടാവലേ ഉള്ളൂ. സുന്നത്ത് നോമ്പിന്റെ ലക്ഷ്യം ആ പകലിൽ നോമ്പുണ്ടായ മദീന. അത് ഖളാ വീട്ടണതാവാം, നേർച്ചയാക്കിയതാവാം, ഏതോ ആവാം. അപ്പൊ ഒരു ഖളാ വീട്ടലും അതിൽ നടക്കും. അതുവഴി സുന്നത്തും കിട്ടും. അങ്ങനെയാണ് നെയ്യത്തിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉള്ളത്, ആരോഗ്യപരമായ കഴിവുണ്ടെങ്കിൽ മാത്രമേ വലുത് വരാനിരിക്കുക. റമദാൻ, റജബിലൊക്കെ ഷാബാനിലൊക്കെ നോമ്പെടുക്കലൊക്കെ സുന്നത്ത്. അവസാനം റമദാൻ കൊണ്ടുവന്നിട്ട് ARലോ ക്രാഫ്റ്റിലോ എവിടെയും കൊണ്ടേ കിടക്കാൻ പറ്റില്ല. നമ്മൾ ആരോഗ്യം കളയരുത്. ആരോഗ്യമുള്ളതനുസരിച്ച സുന്നത്ത് നോമ്പ്. പിന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത്, നോമ്പിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇഖ്ലാസോട് കൂടെ ചെയ്യണമെന്നാ നോമ്പെടുക്കുമ്പോൾ. പട്ടിണി കിടക്കലല്ല. പിന്നെ റജബിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണെന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ റജബ് കബൂലാവും. അള്ളാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത് റജബിന്റെ 27 പകലിൽ ഒന്ന് നോമ്പ് വേണം. 2, കുടുംബബന്ധം ചേർക്കാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഫോൺ ചെയ്യണം. ഫോണെ തന്നെ ഇരിക്കരുത്. ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കണത് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കി ഫോൺ ചെയ്യൽ തന്നെയല്ല, ഒന്ന് പോകാൻ പറ്റിയ പോവാ, അതൊക്കെ നല്ലതാണ്. മൂന്നാമത് സ്വതക്കയാണെന്ന് കരുതി ചെയ്യുന്ന ഏത് സൽക്കർമ്മവും സ്വതക്കയായിട്ട് വരും. അതിന് ചില ആൾക്കാർ സൽക്കർമ്മമായിട്ട് കണ്ടേക്കണ പരിപാടിയാണ്
അപ്പുറത്തെ വീട്ടുകാരന് ബുദ്ധിമുട്ട് അടങ്ങാറാ, ആധാരം കൊടുക്കും, നീ പണയം വെച്ചോടാ, വലിയ കൂലി കിട്ടുമെന്ന് ഓർത്താ കൊടുക്കണം. ഹറാമാണിത്. പണയം വെക്കാൻ സ്വർണ്ണാഭരണം കടം കൊടുക്കും, പാടില്ല. അത് അമലല്ല, അത് കൂലിയുള്ളതല്ല, ഇബാദത്തല്ല, തനിച്ച ഹറാമാണിത്. അങ്ങനൊരു സഹായം ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. പലിശ കൊടുത്ത് ഇടങ്ങേറാവാണ് ഒരാള്. അപ്പോഴുണ്ട് ഒരാളുടെ അക്കൗണ്ടിൽ പലിശ കയറി കിടക്കാൻ. അപ്പൊ ആ പലിശ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വീകരിച്ച് ഇവിടെ പലിശ കൊടുത്ത് ഇടങ്ങേറാണ്, അവനെ സഹായിക്കണ പരിപാടി അമലല്ല. അതും ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാങ്കിൽ വരുന്ന പലിശ ഏറ്റവും അഹ്വജ്, ജീവൻ നിലനിർത്താൻ വേണ്ടി പാടുപെടുന്ന ഒരു രോഗി ഉണ്ടെങ്കിൽ, ഡയാലിസിസും കീമോയുമായി ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇഷ്ടംപോലെ രോഗികൾ അങ്ങനെ ഉണ്ട്. മൊബൈൽ വാട്സാപ്പ് എടുത്ത് നോക്കി ആകെ കാണാനുള്ളത് QR കോഡും IFSC കോഡും പിന്നെ ബാങ്കിലെ അക്കൗണ്ട് നമ്പറോ. സഹായിക്കാൻ നിർവാഹമുള്ള കരൾ മാറ്റിവെക്കൽ, ശസ്ത്രക്രിയ, കിഡ്നി മാറ്റിവെക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കാണും. ബാങ്കിൽ നമ്മൾ പലിശ ഉദ്ദേശിച്ച് ഇട്ടതല്ല, സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി ബാങ്കിൽ പണം നിക്ഷേപിച്ചപ്പോൾ സ്വാഭാവികമായും അതിന് വന്ന വർധനവ് അത് പലിശ തന്നെയാണ്. അത് എടുത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട എവിടെയാണ്? പലിശ കൊണ്ട് ഇടങ്ങേറായവനാണോ? അല്ല, മൂത്താപ്പന്റെ മോളുടെ കല്യാണത്തിന് കൊടുക്കാനാണോ? ആരും അറിയണില്ല, അള്ളാഹ് കാണേണ്ടത്. നമ്മളെവിടെ കൊടുക്കാതെ? അതവിടെ ഉപേക്ഷിച്ച് വരാൻ പാടില്ല എന്നാ പറയുന്നത്. കാരണം നമുക്കെതിരെ അത് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നുണ്ട്. ആ പൈസ അങ്ങനെ തന്നെ സ്വീകരിച്ച് എവിടെയും അഹ്വജായ രോഗികൾ ഉണ്ടെങ്കിൽ, ഈ സദസ്സിലുള്ള സഹോദരിമാർ പലരും അങ്ങനെ പല സന്ദർഭങ്ങളിൽ എന്നെ അത്തരം കാര്യങ്ങൾക്ക് സമീപിച്ചിട്ടുണ്ട്, സംശയം ചോദിച്ചിട്ടുണ്ട്, പൈസ അയപ്പിച്ചവരുണ്ട്. അങ്ങനെ ജീവൻ നിലനിർത്താൻ പെടാപ്പാടുപെടുന്ന രോഗി ഉണ്ടെങ്കിൽ അവന്റെ ചികിത്സക്ക് നിർബന്ധമായി വരുന്ന സാഹചര്യത്തിൽ അവിടെ ഏൽപ്പിക്കാം എന്നല്ലാതെ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെയുള്ളടത്ത് ഏൽപ്പിക്കാം. അവർക്ക് അത് ഹലാലാണ്, അവരുടെ ജീവൻ നിലനിർത്താൻ എന്തും ഹലാലാണ് എന്ന ഘട്ടത്തിൽ. എന്റെ വക പറഞ്ഞതല്ല, മഹാനായ ശൈഖുന വടുതല മൂസ ഉസ്താദ്, അല്ലാഹു ഖബർ വിളിച്ചാക്കട്ടെ, ഉസ്താദ് അവറുകളുടെ ഒരു ഫത്വ ഞാൻ മുമ്പ് ജോലി ചെയ്ത മഹലിൽ ഉസ്താദ് അവറുകളാൽ എഴുതി വാങ്ങിയതാണ്. അപ്പൊ ആ അർത്ഥത്തിലാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സൽക്കർമ്മം മാല പണയം വെക്കാൻ കൊടുക്കില്ലല്ല, അങ്ങനെയല്ല, അതിന് കൂലി കിട്ടുമെന്ന് ഓർത്ത് കൊടുക്കണ്ട. അത് എത്ര നാൾ അവിടെ ഇരിക്കുന്നു അത്രയും നാൾ നമ്മൾ പലിശക്കാരനായി, പലിശയുമായി ബന്ധപ്പെട്ട് ഹറാമായ എല്ലാ ദിവസവും നമ്മുടെ അക്കൗണ്ടിൽ വൈകുന്നേരം റെഡ് ഇങ്ങനെ മലക്കിട്ടിക്കിട്ട് പോവാ. അതിലെങ്ങായും മരിച്ചു പോയല്ല ഹാലെന്ന് ഓർത്ത് വെക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നാലാമത്തേത് സഹായങ്ങൾ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. സഹായം ചെയ്യാൻ ചെറിയ കാര്യമൊന്നുമല്ല. സഹായം ചെയ്യാ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി പഠിപ്പിച്ചു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മശാ ഫീ ഹാജതി അഖീഹിൽ മുസ്ലിമി, ഒരു മുസ്ലിമായ സഹോദരന്റെ ഒരു ആവശ്യം നടക്കാൻ കൂടെ സഹായത്തിന് കൂടി. കല്യാണം വിളിക്കാൻ പോയതാണ്, അല്ലെങ്കിൽ അവന്റെ കൂടെ ഒന്ന് ഓഫീസിൽ പോയതാ, അപ്പുറത്തെ വീട്ടിലെ ഇത്ത ആശുപത്രി പോകാൻ ചെറിയ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ ഇടങ്ങാറാവാ. അപ്പോഴുണ്ട് ഇപ്പുറത്തെ വീട്ടിൽ വെറുതെ ഇരിക്കണ ഒരു തള്ള വിളിച്ചു, വരാവോ? വെറുതെ എന്റെ കൂടെ ഓട്ടോറിക്ഷ കയറിയാൽ മതി, ഈ കൊച്ചിനൊന്നും ഇടക്ക് കൈമാറി പിടിക്കാൻ, കുട്ടിയെ പിടിക്കാനൊക്കെ ആയിട്ടാ, ബാഗ് പിടിക്കാനൊക്കെ ആയിട്ടാ, ഒരു സഹായത്തിന് കൂടിയാൽ പുണ്യ നബി പഠിപ്പിച്ചു, കതബല്ലാഹു ബികുല്ലി ഖത്വത്തിൻ 70 ഹസനാ. സഹായം ചെയ്യാൻ നീ യാത്ര പോയല്ലോ, ആ യാത്ര പോയതെവിടേക്കോ അവിടെ നിന്ന് നീ യാത്ര തുടങ്ങിയ ഇടം വരെ നടന്നാൽ എത്ര ചവിട്ടടി ഉണ്ടെന്ന് എണ്ണി നോക്കും. ഒരു ചവിട്ടടിക്ക് 70 നന്മ ചെയ്ത കൂലിയാ രേഖപ്പെടുത്താ സയ്യിദുനാ റസൂലുള്ളാഹി. പോയ കാര്യം നിന്റെ സഹായത്തോടെ നടന്നുവെങ്കിൽ സഹോദരാ സഹോദരി, എന്നാൽ നിന്റെ പാപം മുഴുവനും പൊറുത്തു നബിയുനാ റസൂലുള്ളാഹി. നിന്റെ സഹായത്തോടെ ആ പോയ കാര്യം നടന്നു കഴിഞ്ഞാൽ നിന്റെ പാപം പൊറുത്തു. നടന്നില്ലെങ്കിലും ആ കാര്യം നടന്നില്ലെങ്കിലും നിനക്ക് കൂലിയുണ്ട്. എത്രത്തോളം ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവർ ഇത്തരം സഹായികൾ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. മൻ സഅ ലിഅഖീഹിൽ മുസ്ലിമി ഫി ഹാജതിഹി ഖുദിയത് ലഹു ഔ ലം തുഖ്ലാ. പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ മറ്റൊരാളെ സഹായിക്കാൻ പോയി, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സഹായിക്കാൻ പോയത് ശരിയാണ്, പക്ഷെ ആ കാര്യം നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, എന്നാൽ
അല്ലാഹു തആല ഇവന്റെ സർവ്വ പാപങ്ങളും പൊറുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 2 കാര്യങ്ങളിൽ മോചനവും നൽകുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഇവൻ ഒരിക്കലും മുനാഫിഖിന്റെ പട്ടികയിൽ പെടൂല. ആ പട്ടികയിൽ നിന്നും അല്ലാഹു മോചിപ്പിക്കുന്നു. രണ്ടാമത്തെ മോചനം, ഈ സഹായിക്കാൻ പോയവൻ നരകാവകാശികളുടെ പട്ടികയിൽ പെടൂല. ആ പട്ടികയിൽ നിന്നും അല്ലാഹു മോചിപ്പിക്കുന്നു. ഇമാം ഗസാലി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൽ ഹദീസ് പറയുന്നുണ്ട്, നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പൊ സഹായം ചെയ്യാം. 4ാമത് പറഞ്ഞത് സഹായം ചെയ്യാം. റജബ് 27 പകലിൽ സഹായം ചെയ്യാം. 5ാമത് നോമ്പ് തുറ നടത്താം, വലിയ കൂലിയാണ്. 6ാമത്തേത് തെറ്റുകൾക്കെതിരെ ജാഗ്രത വേണം. അതായത് തെറ്റാണ് അത് എന്ന് പഠിച്ചു വെക്കല്. ഇത് തെറ്റാണല്ലോ എന്ന് ബോധ്യപ്പെടുത്തല്, മനസ്സിലല്ല ചെയ്യാതിരിക്കല് മാത്രല്ല. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, എന്ത് പണയം വെക്കാൻ കൊടുത്താൽ സഹായാവൂല എന്നുള്ളത് ഒരു തെറ്റാണെന്ന് ബോധിപ്പിച്ചു വെക്കല്, അങ്ങനെ പഠിച്ചു വെക്കല്, അങ്ങനെ പഠിച്ചു വെക്ക. അതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം ദുആ വർദ്ധിപ്പിക്ക. പകലും രാവുമെല്ലാം ദുആ വർദ്ധിപ്പിക്ക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റജബ് 27 പകൽ വന്നു കഴിഞ്ഞാൽ ളുഹർ മുതൽ അസ്ർ വരെ ദുആ. ആര്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി. ഇമാം ശൈഖ് മുഹയ്യിദ്ദീൻ അവിടുത്തെ ഗുനിയയിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കാം, ആ ഭാഗത്ത് കടന്നു വരുന്നുണ്ട്. പിന്നെയോ 7ാമത് ദുആ വർദ്ധിപ്പിക്കുക. റജബ് 27 രാവാവട്ടെ പകലാവട്ടെ ദുആ വർദ്ധിപ്പിക്കുക. 8ാമത്തേത് ആണുങ്ങളൊക്കെ ഇഅ്തികാഫിരിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഞാൻ പിന്നീട് പറയുന്നുണ്ടത്. 9ാമത്തേത് രാത്രി സമയങ്ങൾ പൂർണ്ണമായും ഹയാത്താക്കാൻ ശ്രമിക്കുക വഴി നിസ്കാരങ്ങൾ പരമാവധി ഖളാ വീട്ടിക്കൊണ്ടിരിക്കാം. നിസ്കാരങ്ങൾ ഖളാ വീട്ടിക്കൊണ്ടിരിക്കാം. അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാ, രാത്രിയിൽ നിസ്കാരം ഖളാ വീട്ടല്. 9ാമത്തേത് രാത്രിയിൽ നിസ്കാരം ഖളാ വീട്ടലാണ്. 10ാമത്തേത് ദിക്ർ ദുആകൾ, പ്രത്യേകിച്ച് 5 കാര്യങ്ങൾ ചൊല്ലാൻ മറക്കല്ലേ. 1 സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ, അല്ലാഹു അക്ബർ എന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. റജബ് 27 രാവിലെ സമൂഹത്തോട്, സമുദായത്തോട് ഇത് ചൊല്ലാൻ മിഅ്റാജിൽ ഹബീബായ നബി തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ മഹാനായ നമ്മുടെ ഉപ്പ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം ഹബീബിനോട് പറഞ്ഞതാ, മോനെ ഭൂമിയിലുള്ളവരോട് ചൊല്ലാൻ പറഞ്ഞോളൂ ഈ 4 ദിക്ർ. അൻ നബി സഈദിൽ ഖുദ്രി ഖാല റസൂലുള്ളാഹി. മഹാനായ ഇമാം ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ സൂറത്തുൽ ഇസ്രാഇന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി ഏൽപ്പിച്ചത് ഈ 4 ദിക്റുകൾ കൂട്ടത്തിൽ സ്വലാത്ത് മൊഴിവല്ല. മുത്തുനബിയുടെ രാവും പകലുമാ, മിഅ്റാജിന്റെ രാവും പകലുമാ. സ്വലാത്ത് ഒഴിവല്ല. റജബ് 27 രാവും പകലും, പ്രത്യേകിച്ച് രാവ്. അപ്പൊ സ്വലാത്തും വർദ്ധിപ്പിക്കാം. ഇപ്പൊ എത്ര പറഞ്ഞു? 10 പറഞ്ഞു. 11ാമത്തേത് തൗബ ചെയ്യാ, തസ്ബീഹ് നിസ്കരിക്കുക. തസ്ബീഹ് നിസ്കരിക്കൽ തന്നെ ഒരു തൗബ. അതിലും സുബ്ഹാനല്ലാഹി ഉണ്ട്. തസ്ബീഹ് നിസ്കാരത്തിന് രാവുമായി ബന്ധമുണ്ട്. തസ്ബീഹ് നിസ്കാരം രാത്രിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ 2 റക്അത്തിൽ സലാം വീട്ടലാണ് ഏറ്റവും അഫ്ദല്. തസ്ബീഹ് നിസ്കാരം പകലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ പകലിൽ നിസ്കാരം പാടില്ലാത്ത ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് ചെയ്യാൻ പാടില്ല. പകലിൽ പാടില്ലാത്ത സമയമാണ് സൂര്യ ഉദയം കഴിഞ്ഞ ഉടനെ പാടില്ല, 20 മിനിറ്റ് കഴിയണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അസ്ർ നിസ്കരിച്ച ശേഷം പാടില്ല. അങ്ങനെയുള്ള സമയങ്ങൾ. അതല്ലാത്ത സമയം പകല് സൂക്ഷിക്കണം. അതുകൊണ്ട് തസ്ബീഹ് നിസ്കാരം പകല് നിസ്കരിക്കുന്നവർ 4 റക്അത്ത് ഒറ്റ സലാമിലായിട്ട് അങ്ങനെ ചെയ്യലാണ് ഏറ്റവും അഫ്ദൽ. പകലാണെങ്കിൽ. രാത്രിയാണെങ്കിൽ ഇനി ഒരാൾക്ക് ആകെ തെറ്റിപ്പോവും. പണ്ട് യാസീനോദിയ മതിയാവും. അവരാവെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 2 റക്അത്ത് സലാം വിട്ട്. ഏതായാലും നേരൊക്കെ ഒരുപാട് വൈകി. എപ്പോഴാ എവിടെ വെച്ചാ എങ്ങനെയാ തീരാന്ന് പറയാൻ പറ്റൂല. അടുത്ത റജബിനുണ്ടോ ഇല്ല, അള്ളാഹു ദീർഘായുസ് തരട്ടെ. അവന്റെ മഹലായ ഫള് കൊണ്ട് മുത്തുനബിയുടെ ബറക്കത്തുണ്ട്, ആഫിയത്തും ദീർഘായുസും തരട്ടെ. ഈ തവണ റജബ് 27
ഒന്ന് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. 11-ാമത്തേത് തസ്ബീഹ് നിസ്കാരവും തൗബ. തൗബ എന്ന് പറഞ്ഞാൽ ഖേദിച്ചുകൊണ്ട് അള്ളാഹുവോട് ഏറ്റു പറയണം. നമുക്കതിന് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഓർക്കണം, ഒന്ന് കരയണം, ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല എന്ന് പേടിച്ച് അതിലേക്ക് ഒരു ഖേദപ്രകടനവും ഒരു പ്രതിജ്ഞയും ഒരു തീരുമാനവും വേണം. അള്ളാഹുവേ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇന്ന വഴിക്ക് പോയപ്പോഴാ സംഭവിച്ചത്, ഇനി ഞാൻ ആ വഴിക്ക് പോവൂല. പിന്നെയോ അതോടൊപ്പം തന്നെ 1000 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലുന്നത് നല്ലതാണ്. അതൊരു വലിയ തൗബയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം തലയൊക്കെ മാന്തി കാലൊക്കെ മാന്തി പുറമൊക്കെ മാന്തി അസ്തഗ്ഫിറുല്ലാഹ് പതുക്കെ പതുക്കെ ചൊല്ലി ഒറ്റയിരിപ്പിന് തീർക്കണ്ട, പതുക്കെ ചൊല്ലിയത് രാവും പകലും കൂടിയിട്ട് ചൊല്ലിയാൽ മതി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നല്ല ദിക്റാണത്, അതൊക്കെ ചൊല്ലാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൊല്ലി രാവും പകലും ഈ 11 കാര്യങ്ങൾ കൊണ്ട് ഹയാത്താക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ തൽക്കാലം നിർത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. റജബ് 27-ന്റെ രാവും പകലും ഈ പറയപ്പെട്ട 11 കാര്യങ്ങൾ അമലായി ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ആയുസ്സിൽ അത് ശീലമാക്കി കൊണ്ടെടുക്കാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ.